ഇന്ന് അത്താന്ന് കേട്ടാ. അത്തം 10 ഓണാണ്. പക്ഷെങ്കിൽ ഇന്ന് അത്തം 11 ഓണാണ് ഇപ്പം വരുന്നത്, ഇപ്രാവശ്യം വരുന്നത്. കുറച്ച് കൊല്ലം മുമ്പേ ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ പൂരത്തിനും ഉണ്ടാവലുണ്ട്. പക്ഷെ പൂരം നമ്മൾ എന്തുകൊണ്ട് എടുക്കും, അതിൻ്റെ മേലെ തന്നെ പൂവിടും. പക്ഷെ ഇതിപ്പോൾ അങ്ങനെ ഇടാൻ പറ്റില്ല. അതാ ദിവസം ബായിട്ട് പിറ്റേന്ന് രാവിലെ ചാടുന്നതല്ലേ. അപ്പോൾ ഏതായാലും ഇന്ന് അത്തല്ലേ, നമുക്ക് അത്തം 10 ഓണം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പൂവിടാൻ വേണ്ടിയിട്ടെല്ലാം അടിച്ചു വരുമെന്ന് അടിച്ചു വാരിയിട്ട് വേണം പൂ പറിക്കാം. അത്രയേ പൂവുള്ളൂ. എന്നാലും 2 പൂവായാലും പറിച്ചിട്ട് ഇടണ്ടേ. ഈ മാച്ചി ഉണ്ടോ, വർഷത്തിൽ അടിച്ചു വരാൻ സുഖമാണ് കേട്ടാ. കുപ്പീനെ കൊണ്ട് 5-6 തോട്ടയാക്കി അതിൻ്റെ ഉള്ളിൽ ഇറുക്കിൽ കെട്ടിട്ടുണ്ടാ. ഈ നടുവശമുള്ളവർക്കുണ്ടല്ലോ, ഇങ്ങനെ കുത്തി കുത്തി എടുത്താൽ മതി. ഇടായത് കേട്ടാ. അപ്പം നമ്മൾ ആഗസ്റ്റ് 15 സ്കൂളിൽ കൊണ്ടുപോയത്. ഇന്നിപ്പോൾ ഏടി കിട്ടാനില്ല. ഇവിടെ കുറേ വേക്കലുണ്ട്, കുറേ ഉണ്ട്. പറിക്കാൻ വിഷമമാണ്. പക്ഷെ ഇന്നിപ്പോൾ കാട്ടിലൊന്നും പറിക്കാൻ പോകുന്നില്ല. ഈ മുറ്റത്തുള്ള പൂക്കൾ മാത്രം ഒരു 2 എണ്ണം മാത്രം പറിച്ചിട്ട് ഇടാനും പോകും നമ്മൾ. കുറേശ്ശിനെ പറിക്കുന്നുള്ളൂ കേട്ടാ. 10 ദിവസം വേണ്ടേ പൂവ് നമുക്ക്. പണ്ടത്തെ പോലെ പൂ പറിക്കാൻ പോകാനൊന്നും ആരുമില്ല, നമ്മൾ 2 ആളല്ലേ ഉള്ളൂ. ഇതെല്ലാം നടുമ്പോൾ ചന്ദ്രാട്ടം പറഞ്ഞു ഇതെന്തിനാ നടുന്നു, ഇപ്പം ആവശ്യം വന്നില്ലേണ്ടാ. നല്ല പൂവാണേ. പൂവിരിഞ്ഞിട്ടാ കള്ളാസല്ല, റോസ് പൂവല്ലേ? ആ റോസ് പൂ. മണ്ട അങ്ങനത്തെ മണ്ടത്തിലേ ഞാൻ പറയുള്ളൂ. എന്താ എടാ, അത്തം 10 ഓണം തന്നെ 10 ദിവസം പോകുന്നത് അറിയില്ല കേട്ടാ. ഉത്രാടപ്പാച്ചിൽ ഒരുപാട് ഓണം പൂ പറിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. എല്ലാവരും പൂ ഇടുന്നുണ്ടോയെന്ന് പറയാൻ ഇന്ന് അത്തത്തിൻ്റെ 2 അത്തം ഉള്ളതുകൊണ്ട് ഒരത്തേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നാളെ അത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇടുന്നത് നമ്മൾ. അപ്പോൾ ഇന്ന് ഞാൻ പൂവിടാൻ പോകുന്നു. മറ്റേ ചന്ദ്രാട്ടനാന്ന് ഇടല്ലേ. ഇന്ന് ചന്ദ്രാട്ടൻ അടിപൊളിയായിരുന്നല്ലോ. പൂവിടാൻ ക്ഷമമാണ്. പക്ഷേങ്കിൽ നമ്മളെ ഇത് കാട്ടുചെടിയല്ല, വട്ടോപ്പിരി എന്ന് പറയുന്നത് നല്ല ചെടി തന്നെ. ഇത് അതേ ചപ്പ് തന്നെ, ചെറിയ പൂ. ക്ഷമ കിട്ടും കേട്ടാ. പണ്ടും പിന്നെയും പോയിട്ടില്ല. പക്ഷെങ്കിൽ ഇരിക്കാനായിരുന്നില്ല. അവന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്നും ഇടാനുണ്ട്, ഒരു വട്ടം കൂടി ഇടാനുണ്ട്. നമ്മളിന്ന് പോയിട്ട് എല്ലാവരും പൂവിട്ടോന്ന് പറയാൻ കഴിയില്ല. എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഉണ്ടാകുക. വെച്ചാൽ ഇന്നോടൻ്റെ നാളെയോടൻ്റെ വെച്ചിട്ട് എല്ലാവർക്കും ഓണം ആശംസകൾ.